അതെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഇന്നലെ നീ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നില്ലേ? ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി നമുക്ക് ഓഫ്‌ലൈൻ പോകാമെന്ന്. ഉം. അപ്പൊ ഞാൻ അതിനൊരു റിപ്ലൈ അയച്ചു, വേണ്ടടാ നമുക്ക് ഓൺലൈൻ പോവാന്ന്. അപ്പൊ നീ എന്താ ഫൈൻ എന്ന് പറഞ്ഞിട്ട് റിപ്ലൈ അയച്ചേ എനിക്ക്? നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ആ ഐഡിയ ഇഷ്ടപ്പെട്ടില്ലേ? ഞാനെന്താ ഓർത്തെന്നറിയോ? ചൂട് സമയല്ലേ. അപ്പം ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി നമ്മൾ ഒരു കടയിൽ പോയി കിട്ടിയില്ലെങ്കിൽ പിന്നെ വേറെ കടയിൽ പോണം. അപ്പൊ വെറുതെ ഈ വെയിലത്ത് ഇറങ്ങണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാന് നമുക്ക് ഓൺലൈൻ നോക്കാംന്ന് പറഞ്ഞേ. ഞാൻ ഓക്കെ ഫൈൻ എന്നുള്ള ഫൈനാടാ പറഞ്ഞെ. ഫൈൻ പോവാംന്നുള്ള ഫൈനായിരുന്നു. ആണോ? പക്ഷെ ഞാനതോർത്തു ഫൈൻ എന്ന് പറഞ്ഞു. അപ്പൊ ഞാനോർത്തു നിനക്കത് ഒട്ടും അയ്യോ! ഇഷ്ടപ്പെട്ടില്ലാന്നോ? അല്ല. എന്റെ വീട്ടില് ഗസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ നിന്റെ മെസ്സേജ് കണ്ടു. അപ്പൊ നമ്മളൊരു ഓൾറെഡി ഹാഫ് പ്ലാൻഡ് ആണല്ലോ. അപ്പൊ വേഗം അതിന് റിപ്ലൈ ചെയ്യാ പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു ഫൈൻ അയച്ചു. അപ്പൊ എനിക്ക് തോന്നുന്നു എനിക്ക് പൊതുവെ പുറത്ത് പോണ ഇഷ്ടല്ലല്ലോ. അപ്പൊ നിന്റെ മനസ്സിൽ അതുണ്ടായോണ്ടായിരിക്കും നീ വിചാരിച്ചിട്ടുണ്ടാവും, ഓ അവള് ഇഷ്ടല്ലാതെ ഫൈൻ എന്ന് പറഞ്ഞാണ്. അല്ല, ഞാൻ ആക്ച്വലി ഓക്കെ ഫൈൻ എന്നാ ഉദ്ദേശിച്ചത്. അതെ. പിന്നെ നീ എനിക്കെപ്പളും വോയിസ് നോട്ടും അല്ലേ അയക്കാറ്. "ആ എടാ എന്നാ ശരി നമുക്കങ്ങനെ ചെയ്യാംന്ന്." ഇത് പെട്ടെന്ന് ഫൈൻന്ന് വന്നപ്പം എന്താല്ലേ ഒരു ഒരു ഒരൊറ്റ വേർഡ് അതിനെ എങ്ങനെ മിസ്ഇന്റർപ്രറ്റ് ചെയ്യാ അല്ലേ? നീ വെറുതെ ഓക്കെ ഫൈൻ എന്നുള്ള മട്ട് ആയിരുന്നു നിന്റെ ഉദ്ദേശം. ഞാനത് കേട്ടത് ഫൈൻ എന്ന്. ശരിക്കും നമ്മൾ അയക്കുന്ന മെസ്സേജസ് എന്ത് പെട്ടെന്ന് മിസ്ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? അത് വോയിസ് നോട്ട് ആയാലും ടെക്സ്റ്റ് മെസ്സേജ് ആയാലും എനിക്ക് തോന്നുന്നു രണ്ട് ടൈപ്പ് ഓഫ് മെസ്സേജസിനും അതിൻ്റെതായിട്ടുള്ള ഒരു പോസിറ്റീവ് ഉണ്ട്. അതിൻ്റെതായിട്ടുള്ള നെഗറ്റീവ്സും ഉണ്ട് അല്ലേ? ഇപ്പം ടെക്സ്റ്റ് മെസ്സേജ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ശരിക്കും അത് ഒത്തിരി കണക്റ്റ് ഒന്നും ഇല്ലാത്ത ആൾക്കാർ എന്ന് പറഞ്ഞാൽ വലിയ ക്ലോസ് അല്ലാത്ത ഒരാള് അല്ലെങ്കിൽ ഫോർമലായിട്ട് ഒരു മെസ്സേജ് അയക്കേണ്ട പേർക്ക് നമ്മൾ ടെക്സ്റ്റ് മെസ്സേജ് അല്ലേ അയക്കുക. അത് ഷോർട്ട് ആയിരിക്കും. പിന്നെ അതുപോലെ നമുക്ക് ആരുണ്ടെങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി അതിനൊരു റിപ്ലൈ അയക്കാം. പിന്നെ ചിലപ്പോ ഇല്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ടെക്സ്റ്റ് മെസ്സേജിന്റെ എന്താന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ ഹസ്ബൻഡ് ഒന്ന് വെളിയില് ഗ്രോസറി മേടിക്കാനോ എന്തേലും പോവാണെങ്കിൽ എനിക്കൊരു മെസ്സേജ് ഇട്ടാ മതി. ഗെറ്റ് മീ ദിസ് 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ലിസ്റ്റ് അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതൊന്നും മിസ് ചെയ്യാണ്ട് അതെല്ലാം വാങ്ങിയിട്ട് വരാൻ പറ്റും. പക്ഷെ എന്താ ഇതാണ് നെഗറ്റീവും. നമ്മൾ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നെന്ന് അത് വായിക്കുന്ന ആളുടെ മൂഡിലും അയാളുടെ ഒരു ചിന്താഗതിയിലും ഇരിക്കും അല്ലേ? ആ കാര്യത്തിൽ എനിക്ക് വോയിസ് മെസ്സേജസ് ഭയങ്കര ഇഷ്ടാട്ടോ. എന്താ വെച്ചാൽ നമ്മളൊരു മെസ്സേജ് സെൻഡ് ചെയ്യുമ്പോൾ ഒന്നാമത് ഒന്നുണ്ട് അടുത്തറിയുന്നവർക്കേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ ട്ടോ. വെറുതെ ആൾക്കാർക്ക് അയക്കാൻ പറ്റില്ല. പിന്നെ രണ്ടാമത് വളരെ ക്ലോസ് ആയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട വേല് സംസാരിക്കുക. അപ്പൊ എന്താ കണക്ഷൻ കുറച്ചും കൂടി നന്നായി ഫീൽ ചെയ്യും. ഒരു ഇമോഷണൽ കണക്ട് വരും. മൂന്നാമത്തെ കാര്യം ഇപ്പൊ ഒരു വലിയ ഡിസ്ക്രിപ്റ്റീവ് കാര്യം വെച്ചോ, എന്തൊക്കെ സംഭവിച്ചു എവിടെയെങ്കിലും പോയപ്പോ എന്നൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ കുറെ നേരം സംസാരിക്കാലോ. കാര്യങ്ങൾ മുഴുവൻ ഇപ്പൊ ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കേണ്ട ആ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ, നമുക്ക് സംസാരിച്ചുകൊണ്ടിരിക്കാം. പിന്നെ ഒരു പ്രശ്നം ഞാൻ കണ്ടിട്ടുള്ളതാണ്, നമ്മളിപ്പോ ലോങ് മെസ്സേജ് അയച്ചാ ഈ കേൾക്കണ ആൾക്കാർക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഹെഡ്സെറ്റ് ഉണ്ടാവണം. അപ്പം മാത്രമേ അവർക്കത് കേൾക്കാൻ പറ്റുള്ളൂ. മറ്റവർക്ക് അറിയില്ലല്ലോ നമ്മൾ എന്താ അയച്ചിരിക്കുന്നത്. മെസ്സേജ് കിട്ടിയെന്നല്ലേ കാണുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഒരുപാട് ലോങ് മെസ്സേജ് ആണെങ്കിൽ കേൾക്കുന്ന ആള് ഇമ്പോർട്ടന്റ് പോയിന്റ് ചിലപ്പോൾ മിസ്സായി പോവുകയും ചെയ്യും. അത് ശരിയാട്ടോ. പിന്നെ വേറൊരു കാര്യം ഇപ്പൊ ഞാൻ നിനക്കൊരു മെസ്സേജ് അയച്ചുന്ന് വിചാരിച്ചോ. ടെക്സ്റ്റ് ഉം. മെസ്സേജ്. അപ്പൊ അത് ഈ ഡബിൾ ബ്ലൂ ടിക്ക് ആവുമ്പത്തേക്കിനും ഉം. നീ വായിച്ചു എന്നുള്ളൊരു ഇതുണ്ടാവും. അപ്പം ഞാൻ റിപ്ലൈ പെട്ടെന്ന് തന്നെ ഞാൻ എക്സ്പെക്ട് ചെയ്യും. ഉം. പക്ഷെ ചിലപ്പോൾ നീ ബിസി ആയിരിക്കും. നിനക്കത് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് റിപ്ലൈ അയക്കാൻ പറ്റില്ല. പക്ഷെ എന്താ എക്സ്പെക്ടേഷൻ അവിടെ വന്നു. അതുപോലെ തന്നെ പക്ഷെ വോയിസ് മെസ്സേജിൽ ഞാൻ നോക്കുമ്പോൾ എന്താന്ന് പറഞ്ഞാൽ അത് ഡബിൾ ബ്ലൂ ടിക്ക് ആയാലും ആ മൈക്ക് ഗ്രേ കളറിൽ നിന്ന് ബ്ലൂ കളറിലായാലേ കേട്ടിട്ടുള്ളൂ. അപ്പം നമ്മളൊരു വോയിസ് നോട്ട് കേൾക്കണമെങ്കിൽ നമ്മൾ റിലേറ്റീവ്ലി ഫ്രീ ആവുമ്പോഴല്ലേ നമ്മൾ കേൾക്കുള്ളൂ. അപ്പം ഒരു റിപ്ലൈ ഇപ്പൊ വരും എന്ന് എക്സ്പെക്ട് ചെയ്യാലോ അയക്കുന്നവർക്ക്. ആ പോയിന്റ് കറക്റ്റ് ആണെങ്കിൽ ഇതിലൊരു അബദ്ധം പറ്റാടാ വോയിസ് നോട്ട്സിലോ. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഓപ്പൺ ചെയ്യും, പ്ലേ ചെയ്യും. പ്ലേ ചെയ്യുമ്പോൾ ചെറിയ ഷോർട്ട് മെസ്സേജ് ഒക്കെ ആണെങ്കിൽ കേട്ടിട്ട് നമ്മൾ അപ്പം തന്നെ റിപ്ലൈ കൊടുത്തു തരും. ലോങ്ങർ മെസ്സേജസ് വിത്ത് കുറെ പോയിന്റ്സ് ഉള്ളതൊക്കെ ആകുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും അറിയോ, ഞാൻ പൊതുവേ അത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് സമാധാനമായിട്ട് റിപ്ലൈ ചെയ്യാ പറഞ്ഞിട്ട് കേൾക്കും ചെയ്യും. പക്ഷെ റിപ്ലൈയും ചെയ്യില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോൾ മറന്നു പോകും. അപ്പൊ അപ്പുറത്തിരിക്കുന്ന ആളെന്താ വിചാരിക്കുക, ഓ എല്ലാം കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷെ ഉത്തരം തന്നിട്ടില്ലെന്ന്. അപ്പൊ ആ പ്രശ്നം എനിക്ക് തോന്നുന്നു രണ്ടായാലും വരാൻ ചാൻസ് ഉണ്ട് ഓ ട്ടോ. ഞാൻ അങ്ങനെ ചിന്തിച്ചില്ല. ഞാൻ ശരിക്കും ഒരു വോയിസ് മെസ്സേജ് ഒക്കെ കേട്ട് ഇങ്ങനെ സുഖിച്ചിരുന്ന് കേട്ട് ചിലപ്പോൾ അതിനെ റീപ്ലേ ചെയ്ത് കേൾക്കണ്ടിയാണെങ്കിൽ ഒന്നും കൂടെ റീപ്ലേ ചെയ്തൊക്കെ കേട്ട് ഉടനെ തന്നെ റിപ്ലൈ അയക്കുന്ന കൂട്ടത്തിലാ. അപ്പൊ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫർമേഷൻ ആണ് പാസ് ഓൺ ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നു ടെക്സ്റ്റ് മെസ്സേജ് ഏറ്റവും നല്ലത്. പക്ഷേ ഇൻഫർമേഷൻ പ്ലസ് ഇമോഷൻ വേണമെങ്കിൽ വോയിസ് മെസ്സേജ് ആയിരിക്കും നല്ലത് അല്ലേ? അതെ. പിന്നെ എന്തെങ്കിലും എമർജൻസി ആണെങ്കിൽ ബെറ്റർ ടു കോൾ. അതായത് ഇപ്പൊ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ടെക്സ്റ്റ് മതി.
പക്ഷേ കുറച്ച് കണക്ഷനും കൂടി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് എന്ത് വേണം? ഒരു വോയിസ് നോട്ട് വേണം. അപ്പൊ നിങ്ങൾ ഇന്ന് ഞങ്ങളോട് പറഞ്ഞുതരൂ, നിങ്ങൾക്ക് എന്താ കൂടുതൽ ഇഷ്ടം? ഏതാണ് നിങ്ങളുടെ പ്രിഫേർഡ് വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ന്ന്. നിങ്ങളത് ചെയ്യുന്നവരെ ഞങ്ങൾ ക്വിക്ക്ലി പോയിട്ട് ഞങ്ങൾ ബ്ലെസ്സിങ്സ് ഒക്കെ കൗണ്ട് ചെയ്തിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ് എക്കോസ് ഓഫ് ലവ് വിത്ത് റൻ ആൻഡ് ഗോ.